ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മുടെ ആദർശ് പയ്യെ നയനയുടെ മുഖത്തൊന്ന് തൊടാൻ വേണ്ടി ചെല്ലുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നയന ചാടി എഴുന്നേക്കുവാണ്. എന്നിട്ട് എന്താ എന്നെ കൊല്ലാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയും, എന്ത് ഉദ്ദേശം, ഭാര്യയും ഭർത്താവല്ലേ, അപ്പോൾ ഇച്ചിരി അടുത്ത് കിടന്നോർത്ത് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്കും നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുവാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങുവാണ്. അതേ സമയത്ത് നവ്യ ആകെ വിഷമിച്ചിരിക്കുവാണ് കേട്ടോ. അബി നവ്യനെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. പ്രഗ്നൻ്റായിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ അവസ്ഥ, ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർത്ത് ആകെ സങ്കടപ്പെട്ട് കിടക്കുവാണ്. രാവിലെ എഴുന്നേൽക്കുമ്പം ആദർശ് നയനേനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പെട്ടെന്ന് കൈ തട്ടി മാറ്റിയിട്ട് ചോദിക്കുകയാണ്, ഇതെന്തായി കാണിക്കുന്നത്, എന്നെ കയറി പിടിച്ചല്ലേ, എൻ്റെ സമ്മതം ഇല്ലാണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആദർശനാവക്കൂടെ ചമ്മലാവുകയാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഇതും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതായിരിക്കുമല്ലേ, ഞാൻ മുത്തശ്ശിയോടും ഒന്ന് ചോദിക്കട്ടെ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുകയാണ്, അത് ഭാര്യയും ഭർത്താവും അല്ലേ, ഇങ്ങനെയൊക്കെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചിട്ട് പറയും, പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ ഞാൻ തലയിൽ എണ്ണയൊക്കെ വെച്ച് തരാമെന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ആദർശ് നയന കിടന്ന് പില്ലോ ഒക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ആദർശ് കാണാണ്ട് നയന ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പെട്ടെന്ന് ആദർശ് നയനെ കാണുമ്പോൾ പില്ലോ എടുത്ത് ഒരു എയറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സന്തോഷത്തിൽ നയന ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നവ്യയും കനകയും അവിടെ ഉണ്ട് കേട്ടോ. അവരോട് പറയുവാണ്, ആദർശൻ്റെ മനസ്സിൽ നന്മയുണ്ട്, ഇന്നലെ പോയ കാര്യങ്ങളും സന്തോഷമൊക്കെ പങ്കുവെക്കുവാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, നേരാ, നിനക്ക് ഭാഗ്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അഭി ചേച്ചിയുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നില്ലായിരുന്നു, ചേച്ചിക്ക് കിട്ടേണ്ട ഭാഗ്യമായിരുന്നു എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, അതങ്ങനെയല്ല മോളെ, ഓരോരുത്തരുടെ തലയിൽ ഓരോ വിധിയുണ്ട്, അതുപോലെ നടക്കുള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് നവ്യയുടെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്കും കനകയ്ക്കൊക്കെ വിഷമം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല അവർ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നയന അനിയയുടെ മുറിയിലോട്ട് ചെല്ലുവാണ് കേട്ടോ, ചായയൊക്കെ ആയിട്ട്. എന്നിട്ട് പറയുകയാണ്, എല്ലാം മറക്കണം, അവൾക്ക് അങ്ങനെയൊന്നുമില്ല, പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്കും ഒരു ആശ്വാസമായി എന്നൊക്കെ പറയുമ്പോഴും അനി പറയുന്നുണ്ട്, അവൾക്കത് എന്നോട് നേരത്തെ പറയായിരുന്നു, എനിക്കിപ്പോഴും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പറയുക, ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതത്തെ പറ്റിയൊക്കെ നന്ദുവിനറിയാമല്ലോ, അതുകൊണ്ടായിരിക്കും അവൾ വേണ്ടാന്ന് വെച്ചത്, നീ എന്തായാലും വിഷമിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും പറയുന്നുണ്ട്, ചേച്ചി ഇത് ആരോടും പറയരുതെന്ന് പറയുമ്പം ഞാൻ പറയുന്നുണ്ട്, ഞാൻ ആരോടും പറയുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശൻ നയനയുടെ തലയിൽ വെച്ച് മുല്ലപ്പൂക്കെ എടുത്ത് ഇങ്ങനെ മണത്തുകൊണ്ടിരിക്കുമ്പം നയനയും കയറി വരുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എന്തിനാ എന്നെ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ തലയിൽ വെച്ച് മുല്ലപ്പൂക്കെ മണത്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശ് വരുന്നു, ഇവിടെ കിടന്നപ്പോൾ ഞാനെടുത്ത് മണത്ത് നോക്കിയെന്നേ ഉള്ളൂ, എങ്ങനെയാണെങ്കിൽ മുറി മാറി കിടക്കണം, ഞാൻ മുത്തശ്ശിയോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീ എല്ലാം പറഞ്ഞോ, ഇത് ഭാര്യയും ഭർത്താവിൻ്റെ മുറിയിലുള്ള കാര്യങ്ങളൊക്കെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ പറയും, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പേടിക്കണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആദർശനോട് ചോദിക്കുന്നുണ്ട്, ആദർശനെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ പ്രേമിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഞാൻ ചോദിക്കും, ആരെയും ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല, അതിനൊന്നും സമയം കിട്ടിയില്ല, ഞാനും കിരണും ഒരുമിച്ച് പഠിക്കാൻ പോയിട്ട് പിന്നെ ബിസിനസ്സിലോട്ട് തിരിയുമായിരുന്നു, അതിന് സമയം കിട്ടിയില്ല എന്ന് പറയുന്നു കേട്ടോ. തിരിച്ച് നയനോട് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ടെന്ന്. അത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.